പറയുന്നത് തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തയുടെ തെക്കൻ കേരളത്തിലുള്ള അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയാണ്, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് പരിചയമില്ല, സ്വഹാബിമാർക്ക് പരിചയമില്ല, താബിഈങ്ങൾക്ക് പരിചയമില്ല, തബഉ താബിഈങ്ങൾക്ക് പരിചയമില്ല. ഈ ആചാരമെന്ന് വളരെ കൃത്യമായി ആഘോഷിക്കുന്ന ആളുകൾ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മൾ മടങ്ങേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക്. അവിടെ നോക്കുമ്പോൾ കാണുന്നില്ല. പിന്നെ സ്വഹാബിമാരിലേക്ക്, അവിടെ നോക്കുമ്പോഴും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിച്ചു എന്താണ് ബിദ്അത്ത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അൽ ഹദസു ബഅദൽ ഇക്മാൽ, ദീന് പൂർണ്ണമായതിനു ശേഷം ദീനിലേക്ക് കടത്തിക്കൂട്ടുന്ന കാര്യങ്ങളാണ് ബിദ്അത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, കാണിച്ചു തരാത്ത, പ്രവർത്തിച്ച് കാണിച്ചു തരാത്ത, പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 23 കൊല്ലം കൊണ്ട് ദീന് പൂർത്തിയാക്കിയിട്ടാണ് പോയത്. ആ ദീനിൽ ജന്മദിനാഘോഷമില്ല. എന്നാൽ ചില ആളുകൾ പിന്നീട് കടത്തിക്കൂട്ടി. അപ്പൊ അതിന് പറയുന്ന പേര് ബിദ്അത്താണ്. ബിദ്അത്തിനെ കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞത് കുല്ലു ബിദ്അത്തിൻ വലാല, എല്ലാ ബിദ്അത്തും വഴിപടച്ചതാണ്, എല്ലാ വഴിപടച്ചതും നരകത്തിലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശ്വാസികളെ, സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവർക്ക് അർത്ഥം അറിഞ്ഞ് എല്ലാം ഓതുമ്പോഴും, ഖുർആനാകട്ടെ ഹദീസാകട്ടെ ഓതുമ്പോൾ മനസ്സിലാകുന്ന, അർത്ഥം അറിയുന്ന കോടിക്കണക്കിന് പണ്ഡിതന്മാരുണ്ടായിട്ടും ഇവിടെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അതിനെ തെറ്റുള്ളതിനെ പറഞ്ഞ് കാണിച്ച് തിരുത്താൻ പറഞ്ഞത് പേരോട് ഉസ്താദല്ലാത്ത വേറെ ഒരു പണ്ഡിതനെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്ര പണ്ഡിതന്മാർ ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റ കൈകൊണ്ട് ഒരു കാര്യം നടക്കില്ല. ഒരാൾ പറയുമ്പോൾ അത് ശരിയാണ്, അതിനെ തിരുത്തേണ്ടതാണ് എന്ന് പറയാൻ പണ്ഡിതന്മാർ രംഗത്ത് വന്നിരുന്നെങ്കിൽ ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ചെയ്യാൻ വഴിയില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്താനും ആദരിക്കാനും എല്ലാവരും തയ്യാറാവേണ്ടതാണ്. ഇവിടെ മൗലിദിൻ്റെ പേരിൽ മൗലിദ് രചിച്ചതിൽ തെറ്റുണ്ടെന്ന് മനസ്സിലായപ്പോൾ അതിനെ തിരുത്തേണ്ടതല്ലേ? ജനങ്ങളെ കബളിപ്പിക്കുകയാണോ? ജനങ്ങളെ നെയ്ച്ചോറ് വെക്കാനും മൗലിദ് പാരായണം നിങ്ങൾ വീട്ടിൽ നടത്തണമെന്ന് പറയാനും മാത്രം പഠിച്ചാൽ പോരാ. കിട്ടുന്ന പോക്കറ്റ് മണി എടുത്തുകൊണ്ട് പോകാനും അതല്ല. നിങ്ങൾക്കത് ഓതുമ്പോൾ തന്നെ തെറ്റാണെന്ന് മനസ്സിലാകുന്നു. മനസ്സിലായില്ലെങ്കിലാണ് അത്ഭുതം. നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പേരോട് ഉസ്താദ് ആ കാണിച്ച തെറ്റ് എവിടെയാണ് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണുക. അലൻ നബി വസ്സലാമു അലർ റസൂൽ എന്ന് ആദ്യത്തെ പദ്യത്തിന് അങ്ങനെ ഓരോന്നിനും ചില ജവാബുകളായിട്ട് ചില സലാത്തുകൾ കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ ഇവിടെ സലാത്തുൻ വ തസ്ലീമുൻ വ അസ്കാ തഹിയ്യത്തി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയത്തി എന്ന് പറയുന്ന ഒരു സലാത്ത് ജവാബായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ജവാബ് അച്ചടിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ തുടക്കത്തിൽ അത് പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം വളരെ വ്യക്തമാണ്. അതായത് നേരത്തെ ഇതിൽ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഖാല ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസി, ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് പറഞ്ഞു, മാലഹു ഖദ് അക്സറ തനക്കുസ, ഇതെന്താ ഇങ്ങനെ മറിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്, എന്തോ ഒരു പുതിയ സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് കത്തിക്കൊണ്ട് അദ്ദേഹം പാടി എന്ന് പറഞ്ഞിട്ട് പിന്നെ അയാളെ പാട്ടല്ലേ പറയണ്ടേ?
പിന്നെ അവിടെ ഒരു സലാത്തല്ലല്ലോ ചൊല്ലേണ്ടത്, സലാത്ത് ചൊല്ലിയിട്ടല്ലല്ലോ അയാൾ പാടുക. അതുകൊണ്ട് അവിടെ സലാത്ത് ചൊല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ബാവുസ്താദ് അവറുകളുടെ കിതാബിൽ മഹാനവറുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന്. ഇതാണ് സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അതിൽ തെറ്റുള്ളതിനെ പ്രിൻ്റ് മിസ്റ്റേക്കാണ് എന്ന് പോലും പറഞ്ഞു. പ്രിൻ്റ് മിസ്റ്റേക്കൊന്നുമല്ല, എഴുതിയ ആൾ ആദരിക്കുന്ന ഭരത്തിൽ, ആദരിക്കുന്ന സ്പീഡിൽ, ബഹുമാനിക്കുന്ന സ്പീഡിൽ, പുകഴ്ത്തുന്ന സ്പീഡിലാണ് അദ്ദേഹം എഴുതിയത്. എഴുതിയത് തെറ്റിയാൽ പിന്നെ അതിൻ്റെ ശേഷം പഠിച്ചവർ അതിനെ മനസ്സിലാക്കി തിരുത്തേണ്ടതല്ലേ. തിരുത്താൻ വലിയ പണിയൊന്നുമില്ലല്ലോ. ഖുർആനല്ലല്ലോ, ഖുർആൻ തിരുത്താൻ പാടില്ല, ഖുർആനിൽ തെറ്റുമില്ല. ഇവിടെ അതിൻ്റെ കാലശേഷം, ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം മൗലിദ് പാരായണം തുടങ്ങി, മൗലിദ് രചിച്ച് അതിനെ പുറത്തിറക്കി, എല്ലാവരും മൗലിദ് ഓതണമെന്ന് പറഞ്ഞു. പിന്നെ ഇക്കാലത്ത് പിന്നെ സംഭ്രമം അതിൻ്റെ ഈ മൗലിദിൻ്റെ പേരിൽ മീലാദുൻ നബി എന്ന് പറഞ്ഞ് ആ ദിവസം കാണിക്കുന്ന ഓരോ കോലാഹലങ്ങൾ നോക്കിയാൽ എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്ന, വഴി തെറ്റിക്കുന്ന, വഴി അടക്കുന്ന, നിർബന്ധിച്ച് പാനീയങ്ങൾ കുടിപ്പിക്കുന്ന, ഇതര സമുദായക്കാർക്ക് പോലും ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ റോട്ടിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ദപ്പുമുട്ടുമ്പോൾ സ്ത്രീകൾ വന്ന്, സ്ത്രീകൾ റോട്ടിൽ നിറയെ കാണാൻ വേണ്ടി വരുന്ന ഒരു കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തമാകുന്നതോ അള്ളാഹു അതിനെ സ്വീകരിക്കുന്നതോ ഒന്നുമല്ലാത്ത കാര്യങ്ങളാണ് ഒരുപാട് കാണുന്നത്. ഇരിക്കട്ടെ, ഇവിടെ ആ കിതാബിലുള്ള തെറ്റിയതിനെ എല്ലാവരും അതിനെ തിരുത്താനും തിരുത്തി ഓതാനും അല്ലേ പ്രയത്നിക്കേണ്ടത്. അത് ശരിയില്ല എന്ന് പറയാൻ പോലും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, നിങ്ങൾക്ക് മനസ്സ് വന്നില്ലെങ്കിൽ, നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ട് അല്ലാഹു അക്ബർ പറയുന്നു, ആമീൻ പറയുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ പാവങ്ങളെ പറ്റിക്കുന്നതാണ്. സാധാരണക്കാർക്ക് പഠിക്കാൻ സമയമുണ്ടോ? സാധാരണക്കാരാണ് കൂടുതലുള്ളത്. കച്ചവടവും അതുപോലെ പ്രവൃത്തിയും അവരുടെ ജോലിയും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങൾ എത്ര ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒറ്റ പൈസ പോലും ഇതിന് മുടക്കാനുള്ള മുടക്കാനുള്ള സൗകര്യം പോലും നിങ്ങൾക്കുണ്ടോ? അങ്ങനെയുള്ള മനസ്സുണ്ടോ? നിങ്ങളെക്കൊണ്ടത് കഴിയുന്നോ? പാവങ്ങളുടെ പണമല്ലേ സഹോദരന്മാരെ. ദീനി എന്ന് പറഞ്ഞാൽ എന്തിനാണ് ദീനിൽ കളിക്കണം? ഇവിടെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ അഭിനന്ദിക്കുന്നു. അതുപോലെ നല്ലത് പറയാനും നല്ല രീതിയിൽ മനസ്സിലാക്കി പാവങ്ങൾക്ക് പഠിപ്പിക്കാനും, ഒന്നും അറിയാത്ത വിദ്യാഭ്യാസമില്ലാത്ത പാവങ്ങളെ പഠിപ്പിക്കാനും അല്ലാഹു തആല പണ്ഡിതന്മാർക്കെല്ലാം തൗഫീഖ് നൽകട്ടെ എന്ന് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.